പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വിജയിച്ചിട്ടുള്ള നിരവധി ജനപ്രതിനിധികൾ നമ്മളെ നിയമസഭയിലുണ്ട്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ അടുത്ത 5 കൊല്ലക്കാലത്തെ അവരുടെ പ്രവർത്തനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചോദ്യം പോലും നിയമസഭയിൽ കാര്യമായി ചോദിക്കാൻ ഈ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MLA-മാർ, അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, ജനപ്രതിനിധികൾ തയ്യാറായോ എന്ന് ചോദിച്ചാൽ തയ്യാറായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അവർ ക്ഷേമനിധിയിലുണ്ടെങ്കിൽ ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടും. ക്ഷേമനിധിയിലാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഉറുപ്പ്യ പോലും വിഹിതമില്ല, നിക്ഷേപമില്ല. ഉടമയും തൊഴിലാളിയും വെക്കുന്ന പണത്തിൽ നിന്നാണ് ക്ഷേമനിധിയിൽ നിന്ന് നമുക്ക് പെൻഷൻ കിട്ടുന്നത്. ആ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാല പെൻഷൻ നിഷേധിച്ച സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ടും നൽകും എന്ന് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ടും നൽകുന്നില്ല? അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാർ, തൊഴിലാളി വർഗ സർക്കാർ, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷകൾ CF എടുക്കാൻ പോകുമ്പോൾ ഉടമവിഹിതം അടച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ CF നൽകേണ്ടൂ എന്നുള്ള പുതിയൊരു നിയമവും മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മേഖലയിലെ തൊഴിലാളികളോട് സർക്കാർ കാണിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള കാര്യങ്ങളാണ്. എത്രമാത്രം തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന നടപടികളും തീരുമാനങ്ങളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്താ അവസ്ഥ? ഈ വിലക്കയറ്റത്തിന് ആനുപാതികമായി ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ കണ്ടമാനം ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് കൊടുത്ത് നിലവിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള അവരുടെ വരുമാനം, അവരുടെ ജോലി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മഹാരാഷ്ട്ര സർക്കാർ ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് സ്റ്റോപ്പ് ചെയ്തു. കണ്ടമാനം വണ്ടികളുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ അവിടെ പുതുതായിട്ട് ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നില്ല. കേരളത്തിൽ അതൊന്നുമല്ല അവസ്ഥ. കേരളത്തിൽ കണ്ടമാനം വണ്ടികൾക്ക് പെർമിറ്റ് കൊടുക്കുകയാണ്. അവിടെ പാർക്കിംഗ് സ്ഥലം ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ മേഖലയിലെ തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട്, അവരുടെ തൊഴിലിനെ ബാധിക്കുന്നുണ്ട്. തൊഴിൽ ഡിവൈഡ് ചെയ്യുകയാണ്. 1000 തൊഴിലാളികളുള്ള സ്ഥലത്ത് 2000 തൊഴിലാളികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ആ സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾക്ക് നേരിടുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. അവരുടെ കുടുംബവും ഒക്കെ കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-40 ലക്ഷം ആളുകൾ ഈ ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ. കേരളത്തിലെ ജനസംഖ്യയിൽ 10% വരും. ഈ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താ? സർക്കാർ പരിശോധിച്ചോ? ഇല്ല. ഈ തൊഴിൽ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി വലിയ തോതിലുള്ള പ്രവർത്തന ചെലവ് ഈ ഓട്ടോറിക്ഷ എടുത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള പ്രവർത്തന ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ അവരുടെ കുടുംബത്തിൻ്റെയും ജീവിത ചെലവിൽ വലിയ വർധന വന്നിട്ടുണ്ട്. ഇതിന് ആനുപാതികമായി ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റെല്ലാ മേഖലകളിലും വർധന വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിലും നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് നിരവധി സാധനങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വില വർധനവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സഹിക്കുക. ഇന്ന് പല ആളുകളും അവർക്ക് തന്നെ വില വർധനവിനനുസരിച്ചിട്ട് ചാർജ് വർദ്ധിപ്പിക്കുന്ന സംവിധാനമുണ്ട്. പക്ഷേ ഈ ഓട്ടോറിക്ഷ മേഖലയ്ക്ക് അതൊന്നുമില്ല. അത് സർക്കാർ വർദ്ധിപ്പിക്കണം. സർക്കാരാണെങ്കിൽ ഇതിനൊക്കെ പരിഹാരം എന്നുള്ള നിലയിൽ ഇതിന് ആനുപാതികമായിട്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിതം വളരെ വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്.
ഇതിനെ അനുസരിച്ചിട്ടുള്ള വരുമാനമില്ല. ചിലവാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു വിലക്കയറ്റത്തിൻ്റെ ഫലമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്, ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പികയാണ് സർക്കാർ പിരിച്ചുകൊണ്ട് പോകുന്നത്. അതായത് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ 1 ലിറ്റർ ഇന്ധനം അടിക്കുമ്പോൾ 50% ടാക്സാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നമ്മളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത്. അതുകൂടാതെ സെസ്സുകൾ, നിരവധി സെസ്സുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തത്തിനൊരു സെസ്, റോഡ് നിർമ്മിക്കുന്നതിന് വേറൊരു സെസ്, പെൻഷൻ നൽകുന്നതിന് വേറൊരു സെസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലെ വിവിധ ഫീസുകൾക്ക്, വിവിധ ഫൈനുകൾ, ഇതിനൊക്കെ വലിയ തോതിലുള്ള വർധനവ് വന്നിട്ടുണ്ട് ഈ കാലത്തിലൊക്കെ. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടും ഈ മേഖലയിലെ തൊഴിലാളികൾക്കോ ഈ മേഖലയിലെ ഈ തൊഴിൽ സുരക്ഷിതത്വം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കാനോ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൂടാതെ നമ്മുടെ പഴയ ഓട്ടോറിക്ഷകളിപ്പോൾ CF എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മുമ്പ് 660 ഉറുപ്പിക ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 4500 ഉറുപ്പികയാണ്. കേന്ദ്ര സർക്കാർ 9000 ഉറുപ്പിക ആക്കിയിട്ട് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് നമ്മളെ സർക്കാർ അംഗീകരിക്കാൻ പാടില്ലെന്നും അത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും സർക്കാർ നൽകി. എന്നാൽ അതൊന്നും കാര്യമായിട്ട് പരിഗണിക്കാതെ ഈ ഒരു കാര്യത്തിൽ നാമമാത്രമായിട്ടുള്ള ഒരു കുറവ് വരുത്തി ഏതാണ്ട് 4500 ഉറുപ്പികയാക്കിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല, 4500 ഉറുപ്പിക ഓട്ടോറിക്ഷ തൊഴിലാളികൾ മേലെ അടിച്ചേൽപ്പിച്ച് അതിൻ്റെ പണം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് സ്വരുക്കൂട്ടുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്രമാത്രം ഊറ്റിയെടുക്കാൻ പറ്റുമോ അത്രമാത്രം ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന തൊഴിലാളി വർഗ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഈ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാതെ ഇവർക്ക് അങ്ങനെ മതി എന്നുള്ള ഒരു രീതിയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്. അത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി വിഭാഗത്തിന് ഇതിൽ പ്രതിഷേധമില്ലേ എന്ന് ചോദിച്ചാൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഉള്ളിലാണ്. പ്രതിഷേധം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളിൽ മഹാഭൂരിപക്ഷവും രാഷ്ട്രീയ അടിമകളാണ്. നമ്മുടെ നേതൃത്വം ആണ് ഭരിക്കുന്നത്. ആ നേതൃത്വം ഭരിക്കുമ്പോൾ തൊഴിലാളി താല്പര്യത്തിന് വേണ്ടിയിട്ട് ഭരിക്കുന്നില്ലെങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല? നമ്മൾ രാഷ്ട്രീയ അടിമകളായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്, പ്രസക്തി കൊടുക്കേണ്ടത് നമ്മുടെ തൊഴിലിന്, നമ്മുടെ വരുമാനത്തിന്, നമ്മുടെ കുടുംബജീവിതത്തിന്, ഇതിനാണ് നമ്മൾ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. രാഷ്ട്രീയം അതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നുവെന്ന് നോക്കിയല്ല നമ്മൾ ഒരു തൊഴിലാളി നിലപാട് സ്വീകരിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നേതാക്കന്മാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളിതൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഇതൊക്കെ പരിഹാരമില്ലാത്തൊരു വിഷയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ സർക്കാർ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഈ വിഷയം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സർക്കാരിനെ നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കുക? ഈ സർക്കാരിനെ നമ്മൾക്ക് എങ്ങനെയാണ് വോട്ട് കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് തൊഴിലാളികൾ കൃത്യമായി കക്ഷിരാഷ്ട്രീയത്തിനതീതമായി തങ്ങളുടെ തൊഴിൽ മേഖലയിലെ തൊഴിൽ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം നേതൃത്വത്തെ ഇത് അറിയിക്കാനും ആ നേതൃത്വത്തെ കൊണ്ട് ഇത് ചെയ്യിക്കാനുമുള്ള ശേഷി കൈവരിക്കണമെന്നും നമുക്ക് കക്ഷിരാഷ്ട്രീയത്തിനേക്കാൾ ഉപരി വർഗരാഷ്ട്രീയവും അവരുടെ പ്രശ്നങ്ങൾക്കുമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, താല്പര്യം കൊടുക്കേണ്ടത് എന്നും മനസ്സിലാക്കാൻ ഈ അവസരം തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തണം. അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.